നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ തിരുവോണ കാഴ്ചകളിലേക്കാണ് അറബി ദിസ് വീക്ക് ആദ്യം കടക്കുന്നത്. അവധി ദിനത്തിൽ വന്ന തിരുവോണം പ്രവാസികളെല്ലാവരും കൈ മെയ് മറന്ന് കെങ്കേമമാക്കി. ഓണാഘോഷങ്ങളുടെ മേളമാണ് പ്രവാസ ലോകത്ത്. അത്തം മുതൽ തുടങ്ങുന്ന ഓണാഘോഷങ്ങൾ തിരുവോണ ദിനവും കടന്ന് ക്രിസ്മസ് വരെ നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പാണ്. തിരുവോണം അവധി ദിനത്തിലെത്തിയതിനാൽ യുഎയിൽ ഈ വർഷത്തെ ഓണത്തിന് മാറ്റേറെയായിരുന്നു. ഉത്രാട ദിനം മുതൽ തന്നെ യുഎയിലെ വിവിധയിടങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും തിരക്ക് തുടങ്ങിയിരുന്നു. സാധനങ്ങളാണല്ലോ, സ്പെഷ്യൽ സാധനങ്ങളാണ് ഇതൊക്കെ. പച്ചക്കായ്, ബീൻസ്, വെണ്ട, പയറ്, പച്ചമാങ്ങ, സാമ്പാർ, കിച്ചടി, പച്ചടി എല്ലാം അടിപൊളി തന്നെ. പാചകം എളുപ്പമാക്കാൻ പല വലുപ്പത്തിലുള്ള പച്ചക്കറി കിറ്റുകൾ സൂപ്പർ മാർക്കറ്റുകളിൽ സുലഭം. സാമ്പാർ, കിച്ചടി, പച്ചടി, ഓലൻ, കാളൻ തുടങ്ങി 4 കൂട്ടം പായസം വരെ ഉൾപ്പെടുത്തിയ കലക്കൻ സദ്യയായിരുന്നു ഹോട്ടലുകൾ സജ്ജമാക്കിയിരുന്നത്. സദ്യയുടെ ബുക്കിംഗ് പല ഹോട്ടലുകളിലും കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പാഴ്സലുകൾക്കായിരുന്നു ഡിമാൻഡ്. അതിനാൽ തന്നെ പാക്കിങ്ങിലടക്കം പുതുമ കൊണ്ടുവന്നാണ് ഓരോ ഹോട്ടലുകളും വ്യത്യസ്തമായത്. ഉണ്ണാനുള്ള ഇലയടക്കമായിരുന്നു സദ്യ കൈകളിലെത്തുക. നാട്ടിലെ രുചി കൃത്യമായി നൽകാൻ നാട്ടിൽ നിന്ന് പാചകക്കാരെ എത്തിച്ച് പാചകം കെങ്കേമമാക്കുന്ന ഹോട്ടലുകളും നിരവധിയായിരുന്നു. കുടുംബമായി താമസിക്കുന്നവർ സുഹൃത്തുക്കളെ ക്ഷണിച്ചും ഒരുമിച്ച് ഓണമുണ്ടുമാണ് ആഘോഷം ഗംഭീരമാക്കിയത്. നാട്ടിലെത്താനായില്ല എങ്കിലും ഓരോരുത്തരും ഇവിടെ പൂക്കളമിട്ട് ആഘോഷിച്ചു. ഇപ്പോഴത്തെ 10-20 കൂട്ടാനോളം ഉണ്ട്. പിന്നെ സാമ്പാർ, അവിയൽ, എരിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, അങ്ങനെ പല വിഭവങ്ങളും ഞങ്ങളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അരിയുന്നതിലും പ്രൊഫഷണൽ ടച്ച് ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളിയല്ലേ? ഓണം സൂപ്പറാ. പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ ഇങ്ങനത്തെ ഓണാഘോഷം എന്നുള്ള പറഞ്ഞാൽ അതും സൺഡേ ഒരു ഹോളിഡേ ഒരു ഓണം വന്നപ്പോൾ നമ്മളൊക്കെ അടിച്ച് പൊളി തിമിർക്കാണ്. കുറച്ച് സമയം ഏകദേശം 1-2 മണിക്കൂറായി നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഫുഡ് സദ്യ ആവുന്നവരെ തുറന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു വലിയൊരു ആഘോഷം വരാനിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒക്ടോബർ അവസാനമായിട്ടാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളായിട്ടുള്ള ഒരു 4-5 ഫാമിലീസ് ആയിട്ടുള്ള കൂട്ടായ്മകൾ വേറെ വേറെ ഇങ്ങനെ നടക്കും. അതുവരെ ഒരു ഡിസംബർ വരെ ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അടിപൊളിയായിരുന്നു. എന്തോ കഴിച്ചു? ചോറ്, സാമ്പാർ, അരിവ്, അവിയല്, പപ്പടം. സദ്യ നല്ല രുചിയുണ്ടായിരുന്നു. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. സദ്യ അടിപൊളിയായിരുന്നു. നിറച്ച് കറി ഉണ്ടായിരുന്നു. പൂവിളി പൂവിളി പൊന്നോടമായി നീ വരൂ പൊന്നോട തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. പൂക്കളുടെ വിപണിയാകട്ടെ അത്തം നാൾ മുതൽ തന്നെ ഉണർന്നു. വെള്ള, മഞ്ഞ. യുഎയിലെ വിപണികളിൽ കൂടുതൽ പൂക്കളെത്തിയത് കന്യാകുമാരി ജില്ലയിലെ തേവാളിൽ നിന്നായിരുന്നു. കേരളത്തിന്റെ പൂക്കുട എന്നറിയപ്പെടുന്ന തേവാളിയിൽ നിന്നും കൂടാതെ ഹോളണ്ട്, മെക്സിക്കോ, ബ്രസീൽ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം യുഎയിലേക്ക് പൂക്കൾ കൊണ്ടുവരുന്നുണ്ട്. ജമന്തി, അരളി, വാടാർമല്ലി, ചെണ്ടുമല്ലി, റോസ് തുടങ്ങിയ പൂവുകൾക്കായിരുന്നു ഓണത്തിന് കൂടുതൽ ആവശ്യക്കാർ. ഫിലിപ്പൈൻ സ്വദേശികളെ കല്യാണം കഴിച്ച മലയാളികളുടെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം ഉൾപ്പെടെ വ്യത്യസ്തമായ ഓണക്കാഴ്ചകളും യുഎയിൽ ഇത്തവണ കണ്ടു.
ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായതിനു ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയത്. ആളുകൾ ഇതിനകത്തുള്ളവരെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് വരികയായിരുന്നു. 17 കൊല്ലം UAE ഈ ഒരു ഗ്രൂപ്പ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗ്രൂപ്പാണ്. നമ്മൾ ഈ ഗ്രൂപ്പിൽ മെമ്പറായിട്ട് ഓൾമോസ്റ്റ് 4 years ആയി. പക്ഷേ ഈ ലെവലിലുള്ള ഗാദറിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3 years ആയി. നമ്മൾ ആക്റ്റീവ് മെമ്പേഴ്സാണ്. എവറി വീക്ക് നമുക്ക് ഫങ്ഷൻസ് ഉണ്ട്. എല്ലാ ഇയേഴ്സും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. Yes, of course. I like the sambar. തിരുവോണ ദിനത്തിൽ വിവിധ ഓഫീസുകളിലും ഓണാഘോഷ പരിപാടികൾ നടന്നിരുന്നു. മലയാളികൾക്ക് പുറമെ മറ്റു രാജ്യക്കാരും ആഘോഷങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്തു. വടംവലിയും പൂക്കളമിട്ടും ഒരുമിച്ച് സദ്യ കഴിച്ചും ഓരോരുത്തരും ഓണം കെങ്കേമമാക്കി. ഓണപ്പാട്ടുകൾ ഒരുക്കുന്നതിലും പ്രവാസികൾ ഒരു പിടി മുന്നിലായിരുന്നു. UAE മാത്രം ഈ ഓണക്കാലത്ത് 1 ഡസനിലധികം ഓണപ്പാട്ടുകളാണ് പ്രവാസികൾ പുറത്തിറക്കിയത്. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ ജന്മനാടിനോടുള്ള സ്നേഹമാണ് ഈ ഗാനങ്ങൾക്കെല്ലാം പുറകിൽ. ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന നിരവധി ഓണപ്പാട്ടുകളാണ് UAE പ്രവാസികളുടെ നേതൃത്വത്തിൽ ഈ ഓണക്കാലത്ത് പുറത്തിറക്കിയത്. ഓരോ പാട്ടിന്റെ അരങ്ങിലും അണിയറയിലും പ്രവാസികൾ തന്നെ. ഞാൻ കുറച്ച് വർഷമായി ശ്രീനി സാറിൻ്റെ കൂടെ ഇങ്ങനെ പഠിക്കുന്നത് പാട്ട്. ഈ ഓണപ്പാട്ട് റെക്കോർഡാക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും പനി ഉണ്ടായിരുന്നു, വോയിസ് ഓക്കെ അല്ലായിരുന്നു. പിന്നെ ആദ്യം ഒരു ടെസ്റ്റ് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അത് പിന്നെ ഒന്നും കൂടി പഠിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പിന്നെ റെക്കോർഡാക്കിയത്. അപ്പോൾ എൻ്റെ വോയിസ് ശരിയാക്കിയിട്ട് നമ്മൾ പിന്നെ നല്ലോണം റെക്കോർഡാക്കിയിട്ട് ഇപ്പോൾ റിലീസാക്കിയിട്ടുള്ളത്. എനിക്ക് ഔട്ട് ഓഫ് ഇന്ത്യ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു ഈ ഓണം എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിലൊരു ഫെസ്റ്റിവലാണ്, ഒരു ഫീൽഡിങ് ഫെസ്റ്റിവലാണ്, ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി കേരളം മീൻസ് ഇന്ത്യ ഈസ് എ ഡൈവേഴ്സ് പ്ലേസ് ആൻഡ് കുറേ ഫെസ്റ്റിവൽസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഓണം എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പഴമേനെ ഇഷ്ടപ്പെടുന്നതാണല്ലോ. പുതുമയുണ്ട്, പക്ഷേ നമ്മൾ ഈ ഒരു പാട്ടിൽ എങ്ങനെയായിരുന്നു പണ്ട് നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത്, അത് നമ്മൾ ഈ പ്രവാസികൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക നൊസ്റ്റാൾജിയയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു പാട്ടിൽ നമ്മൾ കുറച്ച് മുത്തശ്ശിമാർ, സാധാരണ മുത്തശ്ശിമാരെങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് ഓണം ആഘോഷിക്കുന്നത്, അങ്ങനത്തെ ഒരു പാട്ടാണിത്. ശരി, ഓണത്തിന്റെ ആവേശം നിറച്ച ഇതിലെ പല ഗാനങ്ങളും ഇതിനോടകം പ്രവാസ ലോകത്ത് സൂപ്പർ ഹിറ്റുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പല പുതിയ ഗായകർക്കും പാടാനും പുറത്തറിയാനുമുള്ള അവസരവും ഇതുവഴി ലഭിക്കുന്നുണ്ട്. എൻ്റെ ഗുരുനാഥനായ ശ്രീ നന്ദൻ കാക്കൂർ മാഷാണ് എനിക്ക് ഈ അവസരം തന്നത്. എല്ലാവരും കാണണം, കേൾക്കണം. ഒരിക്കലും കൂടെ ഓണാശംസകൾ. നമ്മുടെ നാടിൻ്റെ ഭംഗി ഈ പ്രവാസ ലോകത്തിലിരുന്ന് കാണാൻ കഴിഞ്ഞ സന്തോഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. തിരക്കിട്ട ജോലിക്കിടയിൽ ജന്മനാടിന്റെ ഓർമ്മകളെ ഇത്തരത്തിൽ പാട്ടുകളായി പുറത്തിറക്കുന്നത് പുതുതലമുറയെ നാടിന്റെ നന്മ നിറഞ്ഞ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കലാകാരന്മാർ. ഓണമായല്ലോ വീണ്ടും മലയാള തറവാടിനഴകോലും തിരുമുറ്റത്ത്, അടിമുടി മാറുന്ന ഗതാഗത രംഗത്തെ പുത്തൻ വിശേഷങ്ങൾ പങ്കുവച്ചാണ് ITS ഗ്ലോബലിന്
സമാപനമായത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ITS ഗ്ലോബലിൻ്റെ വിശേഷങ്ങളിലേക്ക്. യൂറോപ്യൻ ITS സംഘടനയായ എർട്ടിക്കോയുടെ നേതൃത്വത്തിൽ ITS അമേരിക്ക, ITS ഏഷ്യ പസഫിക് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു 4 ദിവസത്തോളം നീണ്ടുനിന്ന പരിപാടി ദുബായിൽ സംഘടിപ്പിച്ചത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ 15,000 ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയിരിക്കുന്ന എക്സിബിഷനിൽ ഏറ്റവും പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ പ്രദർശിപ്പിച്ചു. 30ാമത് പതിപ്പായിരുന്നു ഇത്തവണ നടന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് 20,000-ലധികം പ്രതിനിധികളാണ് ഇത്തവണ പങ്കെടുക്കാനെത്തിയത്. അപകടരഹിത, പരിസ്ഥിതി സൗഹൃദ, സുരക്ഷിത യാത്ര സാധ്യമാക്കാൻ ഈ മേഖലയിൽ ഓരോ കാൽവെപ്പും എത്ര കൃത്യമായും സൂക്ഷ്മമായും നടത്തണമെന്ന് മനസ്സിലാക്കിയാണ് ഓരോരുത്തരും മടങ്ങിയത്. The first new product that is the 1 watts traffic signal compared with the traditional traffic signal is with extremely lower power consumption. It's only 1 watts, while the traditional traffic signal is normally more than 10 watts, like 10 to 15 watts. So this is next level generation products with so low power consumption and saving power, right? So it's very like green energy, right? നഗരഗതാഗതം, പരിസ്ഥിതി സൗഹൃദ ഗതാഗതം, സ്വയം നിയന്ത്രിത ചലനാത്മകത, സൈബർ സുരക്ഷ, ഡ്രൈവിംഗ് രംഗത്തെ മാറ്റങ്ങൾ, സർക്കാർ നയങ്ങൾ, സുസ്ഥിര ആസൂത്രണം എന്നിവയാണ് പുതിയ എഡിഷൻ പ്രധാനമായും ചർച്ച ചെയ്തത്. അതിനിടെ 2026 ആദ്യ പാദത്തോടെ വാണിജ്യ അടിസ്ഥാനത്തിൽ ദുബായിൽ എയർ ടാക്സികൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറക്കും ടാക്സി സേവന ദാതാക്കളായ ജോബി ഏവിയേഷൻസ് ഇത്തവണ അറിയിച്ചു. പ്രാരംഭ സർവീസുകൾ അടുത്ത വർഷം അവസാനത്തോടെ തുടങ്ങിയേക്കുമെന്നും ദുബായിൽ നടന്ന ITS കോൺഗ്രസിൽ ജോബി ഏവിയേഷൻസ് വ്യക്തമാക്കി. ജപ്പാനിലെ ഡെൻസോ എന്ന കമ്പനിയുടെ കൺസെപ്റ്റാണ് ഈ കാണുന്നത്. അതായത് ഇനി പാർക്ക് ചെയ്യാൻ ഡ്രൈവർ വേണ്ട, കാർ ഇതേ രീതിയിൽ സിമ്പിളായി കറക്റ്റായി പാർക്ക് ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ, അതോടൊപ്പം സുസ്ഥിര വികസനം എങ്ങനെയെന്നതിന്റെ ഉദാഹരണം ഉൾപ്പെടെ ഇവിടെ നേരിട്ട് അനുഭവിക്കാനുള്ള അവസരമാണ് ഓരോരുത്തർക്കും ലഭിച്ചത്. ടെസ്ലയുടെ സൈബർ ടെക് ഉൾപ്പെടെ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ഓരോ മേഖലയിലും വരുന്ന മാറ്റങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. വിസ്മയ കാഴ്ചയായിരുന്നു ഒരുക്കിയതെന്ന് പ്രദർശനം കാണാനെത്തിയ വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ പറഞ്ഞു. I like the way AI is being used to function on traffic safety and everything. There are not many types of projects, but there was a lot of interesting ones as well. We are the traffic control, the way they use AI in many different ways to control traffic and protect the people to maintain the safety. That was again interesting. ദുബായിയുടെ നിരത്തുകളിൽ നാളെ കാണാൻ പോകുന്ന സ്മാർട്ട് ബസ്സിന്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. ഏറെ പ്രത്യേകതകളാണ് ഈ ഒരു ബസ്സിനുള്ളത്. മിറർലെസ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ നമ്മൾ COP28 ഇവൻറ്റിൽ കൊണ്ടുവന്നിരുന്നുണ്ടായിരുന്നു, സ്പെഷ്യലായിട്ട് നമ്മളത് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അന്ന് നമ്മൾ സ്പെയിനിൽ നിന്ന് ബസ് ഇറക്കിയിട്ട് സക്സസ്ഫുള്ളായിട്ട് RTAക്ക് വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അത് ഇതിൻ്റെ സെയിം സിസ്റ്റമാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇപ്പോൾ നമുക്കിതേപോലെ ഇതിപ്പോൾ ഡീസൽ ബസ്സാണ്. സെയിം നമുക്ക് ഇലക്ട്രിക് ബസ്സും കൂടി നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇത് പുതിയത് കൊടുത്തിട്ടുണ്ട്. ഇത് സിറ്റി ബസ്സിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഈ സാധനം. ITS ഇംപ്രൂവ്ഡ് വേർഷൻസ്. നോർമലി നമ്മുടെ വീട്ടിൽ ഇതിലുള്ള ഒട്ടുമിക്ക ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മിറർലെസ് ആണ്. അതിന് നമ്മൾ 6 ക്യാമറാസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി മാത്രം. ടോട്ടൽ ബസ്സിൻ്റെ അകത്തും പുറത്തുമായിട്ട് 14 ക്യാമറാസ് വരെയുണ്ട്. ഇതിൽ മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻഫ്രാറൈസ് വെച്ചിട്ടുള്ള പാസഞ്ചർ കൗണ്ടിങ് സിസ്റ്റമാണ്. ഇതിൽ ക്യാമറ ബേസ്ഡ് ആണ്, AI സിസ്റ്റം വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് റെക്കോർഡിങ്ങും ചെയ്യും, അത് മാത്രമല്ല കൗണ്ടിങ്ങും ചെയ്യും. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യും. പിന്നെ ഇംപ്രൂവ്ഡ് ഡ്രൈവർ ഫാറ്റിക് സിസ്റ്റം ഉണ്ട്. അതായത് ഡ്രൈവർ അഥവാ സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലേർട്ട്സ് വരും.
എനി ഡിസ്ട്രാക്ഷൻ, അതായത് ഡ്രൈവർ കുറച്ച് കൂടുതൽ നേരം ലെഫ്റ്റ് സൈഡിൽ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട്സ് വരും. അതോടൊപ്പം സുരക്ഷാ ഉപകരണങ്ങളും പ്രദർശന നഗരിയിലുണ്ട്. ഓരോ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന സാങ്കേതിക വിസ്മയങ്ങൾ നാളെയുടെ ഗതാഗത മേഖലയിൽ വരാനിരിക്കുന്ന കുതിച്ചുചാട്ടത്തെയാണ് വെളിവാക്കുന്നത്. പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ അൽ അൻസാരി എക്സ്ചേഞ്ചിന്റെ വാർഷിക സമ്മർ പ്രൊമോഷൻ നറുക്കെടുപ്പ് ദുബായിൽ നടന്നു. 1 മില്യൺ ദിർഹം സമ്മാനത്തിന് ഈജിപ്ഷ്യൻ സ്വദേശിയാണ് അർഹനായത്. 2024 ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടന്ന ഈ വർഷത്തെ സമ്മർ പ്രൊമോഷന് മികച്ച പ്രതികരണമായിരുന്നു ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ചത്. 7.5 മില്യൺ ആളുകളാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത്. ഒടുവിൽ ദുബായിൽ നടന്ന നറുക്കെടുപ്പിൽ ഭാഗ്യം തുണച്ചത് ഈജിപ്ത് സ്വദേശി ഇസാം സാബിർ അബ്ദുൽ വഹാബ് ഷബീബിന്. അൽ അൻസാരി എക്സ്ചേഞ്ച് വാർഷിക സമ്മർ പ്രൊമോഷനിലെ 11ാമത് മില്യനെയറായാണ് ഇസാം തെരഞ്ഞെടുക്കപ്പെട്ടത്. അൽ അൻസാരി എക്സ്ചേഞ്ചിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ് നടന്നത്. അപ്രതീക്ഷിതമായി വന്നു ചേർന്ന സൗഭാഗ്യത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഇസാം പ്രതികരിച്ചു. ഒരു ബിസിനസ് തുടങ്ങി ഈ പണം ഉപയോഗിച്ച് കുടുംബത്തിന് നല്ലൊരു ഭാവി നൽകുകയാണ് ഉദ്ദേശമെന്നും ഇസാം പറഞ്ഞു. I feel so happy, of course, and I couldn't believe it. You imagine yourself. Again, I will say that, put yourself in my shoes, so you can answer the question. So I'm so happy. It will change my life. Definitely, it will change my life. Not only my life, it will change my family also life as well. Because I'm not an individual. I have a family, so that is for them as well. Very heavy. പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് അൽ അൻസാരി അധികൃതരും പ്രതികരിച്ചു. Thank you for joining us today. It's a pleasure seeing all of you. We are thrilled to announce our 11th millionaire, Mr. Saber. He has reached the final stage along with the other 9 winners. All of them were winners. And inshallah, all the customers will be winners with Al Ansar Exchange. We have almost 7.5 million entries for customers during the campaign who has transacted with Al Ansar Exchange. This is showing how Al Ansari is the first choice for the customer in the UAE. We also would like to thank our main sponsor, Bank Al Falah, and Travel Wings as well. Good luck, inshallah. More is coming, and good luck to all the winners. Thank you. നറുക്കെടുപ്പിൽ ബ്രാൻഡ് ന്യൂ ഓഡി Q2 കാറിന് ബംഗ്ലാദേശ് സ്വദേശി യാസിൻ അബ്ദുൽ ഹക്ക് അർഹനായി. അതോടൊപ്പം ഗ്രാൻഡ് പ്രൈസിന് പുറമെ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഹോളിഡേ പാക്കേജുകളും 8 വിജയികൾക്ക് 10,000 ദിർഹം ഉൾപ്പെടെ 9 ഭാഗ്യശാലികൾക്ക് 1,05,000 ദിർഹവും അൽ അൻസാരി നൽകിയിരുന്നു. അറബി ദിസ് വീക്കിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.